Hi everyone, welcome to I Plus Training Solutions. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മളുടെ സോഷ്യോളജി ജൂൺ സെഷനിലെ നെറ്റിൻ്റെ ജൂൺ സെഷനിലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആൻസർ കുറച്ച് ഒരു ക്വിസ് മോഡലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതിൻ്റെ ബാലൻസ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഒരു 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു സെഷനിൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫോർഡിസം? ഫോർഡിസം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ്? ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഫോർഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫോർഡിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന്. ഓപ്ഷൻ 1, ദ അഡോപ്ഷൻ ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് വർക്ക് റുട്ടീൻസ്. ബി, ദ റിസൾട്ടിംഗ് റൈസ് ഓഫ് ദ മാസ് വർക്കർ ആൻഡ് ബ്യൂറോക്രാറ്റൈസ്ഡ് യൂണിയൻസ്. C, decentralized collective bargaining replaces centralized negotiations. D, the use of inflexible technologies such as the assembly line. And E, the workers become more differentiated as people and require more differentiated commodities, lifestyle and cultural outlets. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഓപ്ഷനുകളാണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് നോക്കൂ. ഓപ്ഷൻ എ, ദ അഡോപ്ഷൻ ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് വർക്ക് റുട്ടീൻസ്. ശരിയാണോ? ശരിയാണ് അല്ലേ? കറക്റ്റാണ്. ഫോർഡിസത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നതാണ് എ. സെക്കൻഡ്, ദ റിസൾട്ടിംഗ് റൈസ് ഓഫ് ദ മാസ് വർക്കർ ആൻഡ് ബ്യൂറോക്രാറ്റൈസ്ഡ് യൂണിയൻസ്. അത് തെറ്റാണ്. ഫോർഡിസത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല അത്. ഓക്കെ, ക്ഷമിക്കണം. ബി, ദ റിസൾട്ടിംഗ് റൈസ് ഓഫ് മാസ് വർക്കർ ആൻഡ് ബ്യൂറോക്രാറ്റൈസ്ഡ് യൂണിയൻസ്, അത് ഫോർഡിസത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സി ആണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്. അതായത് ഡീസെൻട്രലൈസ്ഡ് കളക്റ്റീവ് ബാർഗെയിനിങ് റീപ്ലേസസ് സെൻട്രലൈസ്ഡ് നെഗോഷിയേഷൻസ്. അതെന്തല്ല ഈ ഒരു ഫോർഡിസത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നതല്ല. അപ്പോൾ എയും ബിയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, സി ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. ഇനി ഡി നോക്ക്, ദ യൂസ് ഓഫ് ഇൻഫ്ലെക്സിബിൾ ടെക്നോളജി സച്ച് ആസ് ദ അസംബ്ലി ലൈൻ. അത് ശരിയാണ് അല്ലേ? ഫോർഡിസത്തിൽ വരുന്ന ഫോർഡിസത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻഡ് ഇ, ദ വർക്കേഴ്സ് ബിക്കം മോർ ഡിഫറൻഷിയേറ്റഡ് ആസ് പീപ്പിൾ ആൻഡ് റിക്വയർ മോർ ഡിഫറൻഷിയേറ്റഡ് കമ്മ്യൂണിറ്റീസ്, ലൈഫ് സ്റ്റൈൽസ് ആൻഡ് കൾച്ചറൽ ഔട്ട്ലെറ്റ്സ്. അത് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്. ഇത് 3 ഓപ്ഷനിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എ, ബി ആൻഡ് ഡി ഓൺലി. ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. കുറച്ച് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ അവരുടെ കുറച്ച് വാക്കുകളുണ്ട്. നിങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. ഒന്ന്, ലിസ്റ്റ് 1ൽ വരുന്നത് ദ സോഷ്യോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ ടുഡേ, അതുപോലെ തന്നെ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ആൻ ഇന്ത്യൻ വില്ലേജ്, ദെൻ ഡൈവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ സോഷ്യോളജി ഓഫ് ഇന്ത്യൻ സോഷ്യോളജി. ഇത് ഇത്രയാണ് വരുന്നത്. ലിസ്റ്റ് 2ൽ വരുന്നത് DP മുഖർജി, രാമകൃഷ്ണ മുഖർജി, രാധാകമൽ മുഖർജി, DN മജ്മൂദാർ. ഇപ്പം നിങ്ങൾ നോക്ക്, ഓരോ വർക്കാരുടെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. ഫസ്റ്റ് നോക്ക്, ദ സോഷ്യോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ ടുഡേ, അത് ആരുടെയാണ്? RK മുഖർജി അല്ലെങ്കിൽ രാധാകമൽ മുഖർജി. ദെൻ നെക്സ്റ്റ്, കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇന്ത്യൻ വില്ലേജ്, അത് ആരുടെയാണ്? മജ്മൂദാറിൻ്റെയാണ്. ഓക്കെ. ദെൻ ഡൈവേഴ്സിറ്റീസ് ആണ് DP മുഖർജിയുടെ. ഡൈവേഴ്സിറ്റീസ് DP മുഖർജി. അതുപോലെ തന്നെ സോഷ്യോളജി ഓഫ് ഇന്ത്യൻ സോഷ്യോളജി ആരുടെയാണ്? രാമകൃഷ്ണ മുഖർജി. അപ്പോൾ ഏതാണ്? A3, B4, C1, D2. A3, B4, C1, D2. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് സോഷ്യോളജിസ്റ്റുകളുണ്ട്, അവരുടെ കൺസെപ്റ്റ് ഉണ്ട്. കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നോക്കി ഏതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കി. അപ്പോൾ ഇവിടെ ഷൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ പിയറി ബോർഡിയോ, ഓഗസ്റ്റ് കോംറ്റെ, കാൾ മാർക്സ്. ഇപ്പുറത്തെ ഏലിയനേഷൻ കൺസെപ്റ്റുകൾ, ഏലിയനേഷൻ ഉണ്ട്, ലൈഫ് വേൾഡ് ഉണ്ട്, പോസിറ്റിവ്സ് ഉണ്ട്, കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ട്. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ളതാ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ ഡി തന്നെ നോക്ക്, അത് കണക്ട് ചെയ്യാൻ പറ്റും. കാൾ മാർക്സിൻ്റെ ഏതാണ്? ഏലിയനേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. കോംറ്റിൻ്റെ ഏതാണ്? പോസിറ്റിവിസം. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ഓപ്ഷൻ നോക്കുമ്പോൾ ആൻസറിലോട്ട് എത്താൻ പറ്റും. അതുപോലെ തന്നെ ബോർഡിയോൻ്റെ ആണ് കൾച്ചറൽ ക്യാപിറ്റൽ. ഷൂട്ട്സിൻ്റെ വരുമ്പോൾ ലൈഫ് വേൾഡ്. സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പം A2, B4, C3, D1. A2, B4, C3, D1. ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്, ആൻസറിലോട്ട് എത്താൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സ് വീബർ
used the term class to refer to a group of people who have similar level of കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയോ ഓപ്ഷനുകൾ ചേരുന്നതാണ്. അതായത് മാക്സ് വെബർ ഈ ക്ലാസ് എന്ന് പറയുന്ന ടേം റെഫർ ചെയ്തത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഹാവ് സിമിലർ ലെവൽ ഓഫ് എന്തൊക്കെയാണെന്ന് നോക്ക്. എഡ്യൂക്കേഷൻ ആണോ? അല്ല. ഇൻകം ശരിയാണ്. സ്റ്റാറ്റസ് ശരിയാണ്. ടെക്നിക്കൽ സ്കിൽ അതിൽ വരുന്നതാണോ? അല്ല. വെൽത്ത് ശരിയാണ്. അപ്പോൾ ഈ ഓപ്ഷനുകളിൽ വരുന്ന ഏതൊക്കെയാണ്? ഇൻകം, സ്റ്റാറ്റസ്, വെൽത്ത്. ബി, സി, ഇ ഓപ്ഷനായിട്ട് വരുന്നതായിരിക്കും ഇതിൻ്റെ ആൻസർ. നോക്കാം നമുക്ക്. ബി, സി ആൻഡ് ഡി. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ന്യൂ റിലീജിയസ് മൂവ്മെന്റ്സ്, NRM നമ്മൾ പറയും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് ന്യൂ റിലീജിയസ് മൂവ്മെന്റ്സ്. ന്യൂ റിലീജിയസ് മൂവ്മെന്റ്സ് ഓഫ് ദെയർ ഗ്രോത്ത് ടു. ഓപ്ഷൻസ്: resurgence of mainstream religions, rising economic inequalities, rising secularization, rise of information and knowledge. നമ്മളത് പഠിക്കുമ്പോൾ തന്നെ നോക്കി പോകുന്നതാണ്. ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും വരുന്നത്? റിസർജൻസ് ഓഫ് മെയിൻ സ്ട്രീം റിലീജിയൻസ് ആണോ, റൈസിംഗ് എക്കോണമിക് ഇനിക്വാളിറ്റീസ് ആണോ, റൈസിംഗ് സെക്യുലറൈസേഷൻ ആണോ, റൈസ് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് നോളജ് ആണോ? ഓപ്ഷൻ 3 ആണ്, റൈസിംഗ് സെക്യുലറൈസേഷൻ ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ന്യൂ റിലീജിയസ് മൂവ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ക്ലാസിഫൈഡ് സോഷ്യൽ സ്ട്രക്ചർ ആസ് ആക്ച്വൽ സ്ട്രക്ചർ ആൻഡ് ജനറൽ സ്ട്രക്ചർ? ആരാണ് ഈ നമ്മളുടെ ഈ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ ആക്ച്വൽ സ്ട്രക്ചർ, ജനറൽ സ്ട്രക്ചർ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത് ഏത് സോഷ്യോളജിസ്റ്റ് ആണ്? ദർക്കെയിം ആണോ, ലെവി സ്ട്രോസ് ആണോ, റാഡ്ക്ലിഫ് ബ്രൗൺ ആണോ, SF നദേൽ ആണോ? സിമ്പിൾ ആയിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്ന ഒരു ഇതാണ്. ജനറൽ സ്ട്രക്ചർ, ആക്ച്വൽ സ്ട്രക്ചർ, ഈ ഒരു കൺസെപ്റ്റ് ആരുടെയാണ്? നമ്മൾ പലയിടത്തും വായിച്ചിട്ടുള്ളതാണ്. ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. റാഡ്ക്ലിഫ് ബ്രൗൺ ആണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് സോഷ്യൽ സ്ട്രക്ചറിനെ ആക്ച്വൽ സ്ട്രക്ചർ, ജനറൽ സ്ട്രക്ചർ ഈ ഒരു 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തത് ആരാണ്? റാഡ്ക്ലിഫ് ബ്രൗൺ ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് എന്താണ്? മാച്ച് ദ ഫോളോയിങ് ആണ്. കൺസെപ്റ്റുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സോഷ്യോളജിസ്റ്റുകളുമാണ്. ലിസ്റ്റ് 1ലാണ് കൺസെപ്റ്റ് വരുന്നത്, ലിസ്റ്റ് 2ൽ സോഷ്യോളജിസ്റ്റ്. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്ക്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഏതൊക്കെ ഉണ്ടെന്ന് നോക്ക്. ഇതെല്ലാം എൻവയോൺമെന്റുമായിട്ട് ആ ഒരു യൂണിറ്റിൽ വരുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കോമ്പീറ്റിംഗ് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്. ഇതാരുടെയാണ്? കാറ്റോൺ ആൻഡ് ഡുനാൽപ്പ് ഇവരുടെയാണ് കോമ്പീറ്റിംഗ് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെന്റ്. ഓക്കെ, ദെൻ പോയറ്റ് മോഡൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പോയറ്റ് മോഡൽ വരുന്നത് OD ഡങ്കൻ്റെ ആണ് പോയറ്റ് മോഡൽ. ഓക്കെ, ദെൻ എക്കോളജിക്കൽ മോഡേണൈസേഷൻ വരുന്നത് മോൾ ആൻഡ് സ്പാർഗാർ. ആൻഡ് ഫൈനൽ വൺ സൊസൈറ്റൽ എൻവയോൺമെന്റൽ ഡയലക്റ്റിക് വരുന്നത് അലൻ ഷ്നൈനാബർഗ്. ഓക്കെ, സോ ഓപ്ഷൻ A വരുന്നത് 4, B വരുന്നത് 3, C വരുന്നത് 2, അതുപോലെ തന്നെ D വരുന്നത് 1. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. A4, B3, C2, D1. റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സയന്റിഫിക് തിയറി ഓഫ് കൾച്ചർ ആൻഡ് അതർ എസേസ് മെലിനോസ്കി ലിസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ബേസിക് നീഡ്സ്. അപ്പോൾ ഇതിൽ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ആൻസർ ഉണ്ട്. എന്താണ്? സയന്റിഫിക് തിയറി ഓഫ് കൾച്ചർ ആൻഡ് അതർ എസേസ്. ഇത് ആരുടെയാണ്? ബ്രോണിസ്ലോ മലിനോസ്കിയുടെയാണ്. ഓക്കെ, അതിനകത്ത് അദ്ദേഹം പറയുന്ന ബേസിക് നീഡ്സ് ആയിട്ട് അദ്ദേഹം ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എ മെറ്റബോളിസം അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ബേസിക് നീഡാണ്, ശരിയാണ്. ബോഡിലി കംഫോർട്ട്സ് ശരിയാണ്, ബേസിക് നീഡാണ്. ഹൈജീൻ പക്ഷേ അദ്ദേഹം പറയുന്നില്ല. മൂവ്മെന്റ് ബേസിക് നീഡായിട്ടാണ് അദ്ദേഹം പറയുന്നുണ്ട്. ഷെൽട്ടർ അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ A, B ആൻഡ് D ആണ് ഓപ്ഷനായിട്ട് വരുന്നത്. എയും ബിയും ഡിയും ഓപ്ഷനായിട്ട് വരുന്നത് ഉണ്ടോ എന്ന് നോക്കാം. A, B ആൻഡ് D. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം റോൾ ഹാൻഡിക്യാപ്പ് ഇൻ സോഷ്യോളജി? റോൾ ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? പാസൻസ് ആണോ, HD കിർക്ക് ആണോ, TR സാബിനാനോ, TM ന്യൂകോംബ് ആണോ? റോൾ ഹാൻഡിക്യാപ്പ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടേമാണ് സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ച്. അത് മുന്നോട്ട് വെച്ച
ഇത് ആരാണ്, ഏത് സോഷ്യോളജിസ്റ്റ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് HD കിർക്ക് ആണ്. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സോ റോൾ ഹാൻഡിക്യാപ്പ് എന്ന് പറയുമ്പോൾ ആരാണ്, HD കിർക്ക് ആണ്. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗ്രൗണ്ടഡ് തിയറി ഇൻ സോഷ്യൽ റിസർച്ച് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ബൈ ദ ഫോളോയിങ്. ഗ്രൗണ്ടഡ് തിയറി, സോഷ്യൽ റിസർച്ചിലെ ഗ്രൗണ്ടഡ് തിയറി ആദ്യമായി ഡെവലപ്പ് ചെയ്തത് ആരാണ്? 2 പേര് ചേർന്നാണ്. ആരാണ്? ഡെൻസിൻ ആൻഡ് ലിൻകോൺ, ദെൻ ഗീറ്റ്സ് ആൻഡ് മാർക്യൂസ്, ബാർണി ഗ്ലേസർ ആൻഡ് ആൻസെം സ്ട്രോസ്, ഫീൽഡിംഗ് NG ആൻഡ് ലീ ആർ. ഇതിൽ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഗ്രൗണ്ടഡ് തിയറി, സോഷ്യൽ റിസർച്ചിലെ ഗ്രൗണ്ടഡ് തിയറി ആദ്യമായി ഡെവലപ്പ് ചെയ്തത് ബാർണി ഗ്ലേസർ ആൻഡ് അൻസെം സ്ട്രോസ് ആണ്. ഇവർ 2 പേരും കൂടെ ചേർന്നാണ് ഗ്രൗണ്ടഡ് തിയറി സോഷ്യൽ റിസർച്ചിൽ കൊണ്ടുവന്നത്. അതാണ് ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ബാർണി ഗ്ലേസർ, അൻസെം സ്ട്രോസും ഗ്രൗണ്ടഡ് തിയറി. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാനുള്ളത്. 10 ക്വസ്റ്റ്യൻസ് ആയി. നമുക്കിനി നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമുക്ക് I+ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ hope you understand and thank you.